2024 ഡിസംബർ 31, അതായത് ഇന്ന് നമ്മൾ രാവിലെ 5:30 നമ്മുടെ പുളിയങ്കുന്നൽ കുടുംബയോഗത്തിന്റെ പ്രയാണം ആരംഭിച്ച് ഏകദേശം 10 പമ്പർലാത്തുരുത്തിയിലെത്തി ദേവാലയത്തിൽ നമ്മുടെ സജി ആത്മക വൈദികനെ അറേഞ്ച് ചെയ്തിരുന്നു. അച്ഛൻ്റെ ആശീർവാദവും ദൈവത്തിൻ്റെ അനുഗ്രഹവുമായി നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ നമ്മുടെ കുടുംബസമ്മേളനം ആരംഭിച്ചു. അതിമനോഹരമായിരുന്നു. എല്ലാവരും ആടിയും പാടിയും കുടുംബത്തിലെ ഓർമ്മകൾ പുതുക്കിയും നമ്മുടെ മൺമറിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഓർത്തും അതുപോലെ തന്നെ നമ്മൾ നടത്തിയ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ മത്സരങ്ങൾക്ക് സമ്മാനം നൽകി മുതിർന്ന നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരിച്ചു. അതിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒരു ഫിലിം നിർമ്മിച്ച് ജിജോ രംഗപ്രവേശം ചെയ്തത് വഴിയാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ കുടുംബ സമ്മേളനത്തിൽ ആകാനുള്ള കാരണം. ഇവിടെ പല കുടുംബയോഗങ്ങൾ നടത്തപ്പെടുന്നുണ്ട്, പല കുടുംബയോഗങ്ങൾ നടത്തി പരിചയമുള്ളവരുണ്ട്. എന്നാൽ നമുക്ക് അതിൽ നിന്നും അഭിമാനകരമായ ഒരു കാര്യം നമ്മുടെ കുടുംബയോഗത്തിലുള്ളത് നമ്മുടെ മൺമറിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാരുടെ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെയൊക്കെ ഓരോരുത്തരുടെയും അവരുടെ ജീവിത ചരിത്രം വീഡിയോ ആയി നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ വരികയും നമ്മളത് കാണുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള കുടുംബങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നുപോലും ഉണ്ടാവില്ല എന്നുള്ള ചാരിതാർത്ഥ്യം, അഹങ്കാരം നമുക്ക് എല്ലാവർക്കും ആരുടെയും മുമ്പിൽ എടുത്തു പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെയ് 2, 2020 നമ്മൾ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ച് ചേർത്ത് ഒരു ഫാമിലി കമ്മിറ്റി രൂപീകരിച്ചു. അതൊക്കെ ഇന്നലെ നടന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. വർഷങ്ങൾ അതുപോലെയാണ് അത് പോവുക. അതുപോലെ 2020 ജിജോ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. മെയ് 7, ജൂൺ 5 2020 നമ്മുടെ ഫാമിലി ലോഗോ മത്സരത്തിൽ കൂടി തിരഞ്ഞെടുക്കുകയും അതിൽ ഏറ്റവും മികച്ച ലോഗോവായ അനീഷ വരച്ച ലോഗോ നമ്മൾ ഫൈനൽ ചെയ്യുകയും അതിന്റെ ഡിജിറ്റൽ പതിരൊക്കെ പിന്നീട് റീജ ഡിസൈൻ ചെയ്യുകയുണ്ടായി. റീജ ചെയ്ത എഫർട്ട് എന്ന് പറയുന്നത് തന്നെ വലിയ എഫർട്ടാണ് റീജ എടുത്തത്. അപ്പൊ ഈ അവസരത്തിൽ റീജയെ പ്രത്യേകം ഓർക്കുകയാണ്. അതുപോലെ തന്നെ പുളിയങ്കുന്നൽ.com ഡൊമിൻ അനീഷ്യ ബുക്ക് ചെയ്യുകയുണ്ടായി. ഡിസംബർ 7, 2022 നമ്മുടെ ഫാമിലി വെബ്സൈറ്റ് റീജ ഡിസൈൻ ചെയ്തു. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ എത്രമാത്രം ആൾക്കാരുടെ കഠിനാധ്വാനം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവില്ല. ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. ഈ മൈൽ സ്റ്റോണുകളെല്ലാം കടന്നാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുക. ഇതിനിടയിൽ വിട്ടുപോയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഈ കമ്മിറ്റി ഗ്രൂപ്പിൽ ഇതൊക്കെ നമ്മൾ ഈ കമ്മിറ്റിയിലെ ഗ്രൂപ്പുകളൊക്കെ വായിക്കുമ്പോഴും ഓരോരുത്തരുടെ സംസാരത്തിൽ നിന്നെല്ലാം മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇതൊരു ക്ലോസിംഗ് അല്ല, ഇതൊരു ആരംഭമാണ്. നമ്മൾ വരുന്ന വർഷം ഇതിലും ശക്തമായ രീതിയിൽ ഈ വർഷത്തെ ന്യൂനതകളെല്ലാം പരിഹരിച്ച്, കാരണം നമ്മുടെ ഈ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആദ്യം 4 കാലിൽ നടക്കും, പിന്നെയാണ് 2 കാലിൽ നടക്കാൻ പറ്റുക. ഇവിടെ കൂടുതൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട അളിയന്മാരുണ്ട്. അതനുസരിച്ച് വളരെ ശക്തമായി മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ അഭിമാനത്തോടെ നമുക്ക് വരും വർഷങ്ങളിൽ നമ്മുടെ കുടുംബയോഗങ്ങൾ നമുക്ക് നടത്തുവാൻ നമുക്ക് സാധിക്കണം. ജിബി ആണെങ്കിൽ ഇതിന്റെ 24 hours ഇതിന്റെ പുറകെയാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഈ വരും വർഷങ്ങളിലും നമുക്ക് ഈ കാര്യങ്ങൾ ഇതിന്റെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം. ഇത് വീണ്ടും മുന്നോട്ടുള്ള ആരംഭത്തിന്റെ തുടക്കമായി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.